ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജബ്ബു ആൻഡ് ജു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ജബ്ബു ഇല്ല, ബിക്കോസ് ഇന്നത്തെ ഒരു റാൻഡം വ്ളോഗാണ്. ജബ്ബുവിന് വർക്ക് ഉണ്ടാവും, വർക്കിന് പോയിരിക്കുകയാണ്. എനിക്ക് വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ജാൻ 16th 17th ആ ഒരു വീക്ക്, ആ ഒരു ടൈം ആകുമ്പോഴത്തേനാണ് എനിക്ക് വർക്ക് റീസ്റ്റാർട്ട് ആവുന്നത്. എനിക്ക് കുറേ ബ്രേക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ നവംബർ ഒരു ലാസ്റ്റ് വീക്കോട്ട് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയാണ്. കാരണം ക്രിസ്മസിന് സ്റ്റുഡൻസിനെല്ലാം ഹോളിഡേ ആയതുകൊണ്ട് ലെക്ചേഴ്സിനും അവധിയായിരിക്കുമല്ലോ. കാരണം സ്റ്റുഡൻസ് ഇല്ലാതെ നമുക്ക് എന്ത് പണിയാണ് അവിടെ. സോ അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു 50-60 ദിവസമായി വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് വീക്ക് വരെ ജബ്ബു ഉണ്ടായിരുന്നു. അവനും അവധിയായിരുന്നു. അവൻ വർക്ക് ചെയ്യുന്ന കോളേജിലും ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു. അവൻ ഈ ഒരു മൺഡേ തൊട്ട് പോയി തുടങ്ങി. സോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോസ്റ്റായി. ബിക്കോസ് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക ഇവിടെ ഭയങ്കര ബോറാണ്. കാരണം ഇവിടെ എല്ലാവരും വർക്കിംഗ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ നാട്ടിലെ പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ അങ്ങനത്തെ ഒരു ഇതില്ല. സോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് വർക്കും കൂടെ ചെയ്യാനുണ്ട്. ലൈക്ക് എനിക്ക് കുറച്ച് സ്ലൈഡ്സും പ്രസൻറ്റേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് ഫ്രം ഹോം എന്തായാലും എനിക്ക് വർക്കാവില്ല, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങും. സോ എനിക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു കഫേയിൽ പോയി അവിടെ ആയിരുന്നു വർക്ക് ചെയ്യാമെന്ന്. സോ എനിക്കിവിടെ ഒരു കഫേ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാൻഡ്രി വാർഫിൽ ബ്രെറ എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്. എനിക്ക് ആ കഫേ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ വിചാരിച്ചു അവിടെ പോയിരുന്ന ആ ഒരു ആംബിയൻസിലിരുന്ന് ഒന്ന് വർക്ക് ചെയ്യാമെന്ന്. അത്ര വലിയ വർക്കൊന്നുമില്ല, കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് പെൻഡിങ് ആയിട്ട്. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ജബ്ബുവും കൂടെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല. സോ ഞാനപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. പ്ലസ് നാളെ ജബ്ബുവിൻ്റെ ഗ്രാജുവേഷനാണ്, വെനസ്ഡേ January 8th. സോ ജബ്ബുവിൻ്റെ സ്യൂട്ടിൻ്റെ ഒരു ഓൾട്രേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡ് മോളിൽ. അവൻ സ്യൂട്ട് മേടിച്ച കടയിൽ തന്നെ. എനിക്ക് അതും കൂടെ കളക്ട് ചെയ്യാനുണ്ട്, ബിക്കോസ് നാളെ അവൻ ഇടേണ്ടതാണല്ലോ. നാളെ ഒരു 4:30 പ്രോഗ്രാം സ്റ്റാർട്ടാവുന്നത്. സോ ഞാൻ എൻ്റെ വർക്കും കഴിഞ്ഞിട്ട് സ്റ്റാറ്റ്ഫോർഡ് പോയി അതും കളക്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻസ്. ഒരു റാൻഡം വ്ളോഗായിരിക്കും ഇത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്തായാലും കഫേയിലോട്ട് പോവാം. ഇവിടെ നിന്ന് എന്തായാലും വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്, ലൈക്ക് ഒരു 10 minutes ഉള്ളൂ കഫേയിലോട്ട്, കാൻഡ്രി വാർഫിലുള്ള. സോ നമുക്ക് എന്തായാലും കഫേ എത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഗൈസ്, സോ ഞാൻ ഫുഡ് ഇപ്പോൾ ഓർഡർ ചെയ്തു. സോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം. ഫുഡ് അങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എനർജിക്ക് വേണ്ടി ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ കഫേ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ. കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഫുഡും കൊള്ളാം, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഒരു പോസിറ്റീവ് വൈബ് പോലെ തോന്നും. എനിക്ക് യൂഷ്വലി വർക്ക് ഫ്രം ഹോംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് ചെയ്യാൻ മടിയാണ്. സത്യം പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം നല്ലതാണ്, ബട്ട് എനിക്കെന്തോ ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല എനിക്ക് വർക്ക് ഫ്രം ഹോം. സോ ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്. ലൈക്ക് ജബ്ബു വീട്ടിലില്ലാത്ത സമയം, ലൈക്ക് ഒറ്റയ്ക്കായി ഇരിക്കുന്ന ടൈം ഞാൻ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ യൂഷ്വലി അങ്ങനെ അത്രത്തോളം വർക്ക് ലോഡ് ഉണ്ടാവാറില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ബാക്കി. ലൈക്ക് ക്രിസ്മസ് ടൈം ആയിരുന്നു, അപ്പോൾ എനിക്ക് ഫുൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ ആയിരുന്നു എനിക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്.
സ്റ്റിൽ തകർത്ത പണിയിലാണ് ഞാൻ. ചെയ്തു വന്നപ്പോഴാണ് കുറച്ചുണ്ട് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഫുള്ള് സംഭവം വീട്ടിലിരുന്ന് വലിയതായിട്ട് വർക്ക് ചെയ്യില്ല. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം. എനിക്ക് യൂഷ്വലി വീക്ക്ലി ട്വൈസ് ആണ് വർക്ക് ഫ്രം ഹോം ഡേയ്സ് ഉള്ളത്. ബാക്കി ഡേയ്സ് എനിക്ക് ഓൺ സൈറ്റാണ്. സോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. പക്ഷേ നമ്മൾ ഒരു വെക്കേഷൻ ടൈമിൻ്റെ ഇടയിൽ ഒരു വർക്ക് ഫ്രം ഹോമൊക്കെ തരുമ്പോഴത്തേനും ഭയങ്കര ലേസി ആയിപ്പോകും. സോ എനിക്കങ്ങനെ ഡെഡ് ലൈൻ ഇല്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഇത് എപ്പോഴും തന്ന ഡിസംബർ 2nd വീക്ക് എന്തോ തന്ന വർക്കാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഞാൻ നെക്സ്റ്റ് ടേം തുറന്ന ഹോളിഡേയ്സ് കഴിയുന്നതിന് മുമ്പ് തീർത്താൽ മതി. സോ നമുക്കെല്ലാം ലാസ്റ്റ് മിനിറ്റ് ചെയ്തേ ശീലമുള്ളൂ. ഇപ്പോൾ ഞാൻ എക്സാമിന് പഠിക്കുന്നതാണെങ്കിലും എന്നെ എപ്പോഴും അമ്മ വഴക്ക് പറയുന്നത് അതേ ഒരു കാര്യത്തിലാണ്. അതുവരെ കളിച്ച് തിരിച്ച് കിടക്കും. എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നൊരു പഠിപ്പുണ്ട്. ലൈക്ക് ഞാൻ ഫുൾ ബുക്ക് പഠിച്ചു തീർക്കും. അങ്ങനത്തെ ഒരു പഠനം ഇരുന്ന് പഠിക്കും. പക്ഷേ ആ ഒരു ടൈം എത്തുമ്പോൾ ചൂട് കയറും. അത് നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലല്ലേ നമുക്ക് പഠിക്കാൻ തോന്നും. അതുവരെ ഫുൾ കളിച്ച് തിരിച്ച് നടക്കും. പക്ഷേ പാസ്സാവാനുള്ളത് പഠിക്കുക, അല്ലാതെ ഫുൾ ബുക്ക് പഠിക്കുന്നില്ല. ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ വർക്ക് ചെയ്ത് പഠിക്കാറുണ്ട്. പക്ഷേ അത് പരീക്ഷയുടെ തലേ ദിവസം ആവണം. സോ അതുവരെ ഇരിക്കുക. അതുപോലെയാണ് ഇപ്പോൾ വർക്കിന് വരുമ്പോഴത്തേനും ഞാൻ എല്ലാം അപ് ടു ഡേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു വെക്കേഷൻ പീരീഡ് കിട്ടിയതുകൊണ്ട് മനസ്സുകൊണ്ടൊരു കുട്ടിയായതുപോലെ, പണ്ട് നമുക്ക് സ്കൂൾ വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമല്ലോ, അസൈൻമെൻറ്റ്സോ ടാസ്കൊക്കെ തരുമ്പോൾ നമ്മളത് ആ ടൈമിൽ ചെയ്യുക. അതുപോലെ എനിക്കിത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു റഷ് ഇല്ലായിരുന്നു. ലൈക്ക് നമുക്കൊരു പുഷ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഒരു ഉഴപ്പ് മട്ടായിരിക്കും. സോ ലൈക്ക് ദാറ്റ് എൻ്റെ വർക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെന്ന് തോന്നുന്നു. ഇന്ന് 7th ആണ്. സോ എനിക്ക് വർക്ക് ക്ലാസ് തുടങ്ങുന്നത് Jan 20th. ബട്ട് ബിഫോർ ദാറ്റ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കുറച്ച് മീറ്റിങ്സും ഇൻഡക്ഷൻസൊക്കെ ഉണ്ട്. പുതിയ ടേം സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ പോകേണ്ടി വരും. പക്ഷേ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, ലെക്ചറിങ് ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് സ്റ്റുഡൻസ് എല്ലാം 20th തിരിച്ചു വരത്തുള്ളൂ. ബട്ട് ബൈ നെക്സ്റ്റ് വീക്ക് എനിക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കണം. ബട്ട് ഇപ്പോഴേ ഞാനിത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അയക്കാൻ ഫുള്ളി റിലാക്സ്. ഇത് ആലോചിച്ച് നമുക്ക് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ അങ്ങ് പോയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ പോയിരുന്നു ഓവർ ടൈം വർക്ക് ചെയ്ത് എന്തിനു വെറുതെ ഫുൾ കൺഫ്യൂഷൻ. സോ ദാറ്റ്സ് മൈ പ്ലാൻ. സോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊന്നും സംസാരിക്കാമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വ്ളോഗ് ബോറാവില്ലേ? ലൈക്ക് ഞാൻ ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല. ലൈക്ക് എനിക്കിന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി. ന്യൂ വീഡിയോ ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നാളെ ജബ്ബുവിൻ്റെ ഗ്രാജുവേഷന് വീഡിയോ എടുക്കാമെന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പുറത്ത് പോകുന്നുണ്ട്. ഞാൻ എൻ്റേതായിട്ടൊരു ഡേ എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ഫൈനലി എത്ര സമയം എടുത്തു വർക്ക് ചെയ്യാൻ? നിയർലി 2.5 hours എടുത്തു. നിയർലി അത്രയും ടൈം എടുത്തു. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഇനി ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു എന്തോ കീഴടക്കിയ ഒരു സംഭവം. സോ എൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് അവേ ഇവിടെ നിന്ന് പോവുകയാണ്. സ്റ്റാറ്റ്ഫോർഡിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം എനിക്കിവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് DLR ട്രെയിൻ കയറി സ്റ്റാറ്റ്ഫോർഡ് ഇറങ്ങാം. സോ ഇറ്റ്സ് ലൈക്ക് എത്ര സ്റ്റോപ്പ് 5 or 6 സ്റ്റോപ്പ്, ലൈക്ക് 20-minute ഡിസ്റ്റൻസ്. സോ ഞാൻ ഇവിടെ നേരെ സ്റ്റാറ്റ്ഫോർഡിലേക്ക് പോവുകയാണ്. ഞാൻ സ്റ്റാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡ് മോളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിവിടെ ഭയങ്കര ക്വയറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ശാന്തത. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കും ക്യൂവും ബില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മെസ്ഡപ്പ് സിറ്റുവേഷനാണ്. ഇത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ല പീസ്ഫുൾ സിറ്റുവേഷൻ. ഞാൻ പക്ഷേ ഇന്നൊന്നും ഷോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. കുറേ പ്രാവശ്യം ഷോപ്പ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ സെയിലൊക്കെ നടന്ന ടൈം. സോ ഞാൻ ഇപ്പം ജബ്ബുവിൻ്റെ സ്യൂട്ടുള്ള സ്റ്റോറിലേക്ക് നടക്കുകയാണ്. സോ ഇനി അവിടെ പോയിട്ട് കാണാം. ബൈ. സോ ദിസ് ഈസ് എ സ്റ്റോർ. ഹലോ ഗൈസ്, സോ ഞാനൊരു ബബിൾ ടീ മേടിച്ചു. ഞാൻ എപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് വന്നാലും മിസ് ചെയ്യാത്തൊരു സാധനമാണ് ബബിൾ ടീ. ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്ട്രോബെറീസ് ആൻഡ് ക്രീമിൻ്റെ ബബിൾ ടീ. സോ ഇത്തവണ ഞാനത് മിസ് ചെയ്തില്ല. ഈ ജബ്ബുവിൻ്റെ ഈ സ്യൂട്ട് മേടിക്കുന്ന ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണത്, ബബ്ലോജി എന്ന് പറയുന്നത്. സോ ഐ ഗോട്ട് മൈ ബബിൾ ടീ.
ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ഫേവറേറ്റ് ആണിത്. എനിക്ക് വേറൊരു ഫ്ലേവറും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദിസ് വൺ സ്ട്രോബെറീസ് ആൻഡ് ക്രീം മസ്റ്റ് ട്രൈ ആണ്. സോ ഞാൻ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഭയങ്കര ടയേർഡായി. ജബ്ബു വർക്ക് കഴിഞ്ഞ് വീടെത്താറായി. സോ ഞാനും ഇനി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഓൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം വ്ളോഗാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോ മേ ബി ഗ്രാജുവേഷൻ ആയിരിക്കും, കാരണം നാളെയാണ് ഗ്രാജുവേഷൻ. സോ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഗ്രാജുവേഷൻ്റെ ആയിരിക്കും. സോ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, സീ യു.